ശത്രുരാജ്യവുമായി നമ്മൾ സംഘർഷത്തിലാണ്. എല്ലാവർക്കും നമ്മുടെ രാജ്യത്തോടൊപ്പം നിൽക്കാം. ഒപ്പം ഒരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തൃശ്ശൂർ കൊടുങ്ങല്ലൂർ എന്ന സ്ഥലത്ത് ബെൻഡിക്കിൻ്റെ വീടാണ്. ഒരു പഴയ മട്ടിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. പഴമയെ ഏറെ സ്നേഹിക്കുന്ന ആളാണ് ബെൻഡിക്ക്. അതുകൊണ്ട് തന്നെ വീടിൻ്റെ പ്ലാനിങ് മുതൽ പഴയ മോഡലുള്ള ഒരു വീടായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. 1600 സ്ക്വയർ ഫീറ്റാണ് വീടിൻ്റെ വിസ്തൃതി. നിരവധി മൊകാരങ്ങളും അതുപോലെ കഴുക്കോൽ ചാട്ടങ്ങളും ഓടിറക്കവും ഒക്കെ കൊണ്ട് വളരെ ഹൃദ്യമാണ് ഈ വീട്. കോൺട്രാക്റ്റ് ഒന്നും കൊടുക്കാതെ സ്വന്തമായി പണിക്കാരെ കണ്ടെത്തി അദ്ദേഹം തന്നെയാണ് വീടിൻ്റെ പണികൾ സർവ്വതും ചെയ്തു തീർത്തത്. ഇങ്ങനെയാണ് അടുക്കളയുടെ വാതിലും ചവിട്ടുപടിയും കാണുക. ഇനി നമുക്ക് മുറ്റത്തെ കാഴ്ചകളിലേക്ക്. പൂർണ്ണമായും വേറിട്ട ശൈലിയിൽ നിർമ്മിച്ച 4 ചവിട്ടുപടികളാണ് നമ്മളെ ഉമ്മറത്തേക്ക് ആനയിക്കുന്നത്. സത്യത്തിൽ ഇത്രമേൽ കോമ്പാക്റ്റായ ഒരു വീട് അടുത്തെങ്ങും കണ്ടിട്ടുമില്ല. വീടിൻ്റെ പ്ലാനിൽ യാതൊരുവിധ കോംപ്ലിക്കേഷൻസോ അതുപോലെ കൺഫ്യൂഷൻസോ ഒന്നുമില്ല. വളരെ വ്യക്തമാണെല്ലാം. ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ഉപയോഗിക്കാനായി ഈ വീടിൻ്റെ പ്ലാൻ വിശദമായി നൽകിയിട്ടുമുണ്ട്. ട്രോപ്പിക്കൽ ശൈലിയിലുള്ള വീടാണെന്ന് തോന്നുമെങ്കിലും സത്യത്തിൽ ഇത് ഒരു കേരള ട്രഡീഷണൽ മോഡൽ വീടാണ്. പഴമയുടെ നമ്മൾ കടന്നു വന്ന പഴയ കാലത്തിൻ്റെ എല്ലാ പൊട്ടും പൊടിയും ഇവിടെ കാണാനാവും. കറുകറുത്ത ഗ്രാനൈറ്റ് ഇട്ട് മിനുക്കിയ അതിഗംഭീരമായ ഒരു പൂമുഖം ഇവിടെ കാണാം. വീടിൻ്റെ ഒത്ത നടുവിൽ 2 തൂണുകളിൽ ഉയർത്തിവെച്ച നിലയിലാണ് ഉമ്മറമുള്ളത്. 2 തളകൾ പിടിപ്പിച്ച ഫ്രണ്ട് വാതിലാണ്. അതിഗംഭീരമാണ്. ഇരട്ടപ്പാളി വാതിലാണ് മുന്നിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. റൂഫിൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെയാണ്. ഫ്ലാറ്റായി വാർത്ത ശേഷം മുകളിൽ ട്രസ് വർക്ക് ചെയ്ത് മൊകാരങ്ങളെല്ലാം പിടിപ്പിച്ചിരിക്കുകയാണ്. പുറമേ നിന്ന് അധികം ചുറ്റിത്തിരിയാതെ വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് കിടക്കുകയാണ്. ഇരട്ടപ്പാളിയുള്ള പ്രധാന വാതിൽ കടന്നാൽ അകത്തെ ദൃശ്യങ്ങൾ ഇങ്ങനെയാണ്. വിശാലമായ ഒരു ഗസ്റ്റ് സിറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നു. കോഴിക്കോട് ജില്ലയിലെ ദിലീപ് എന്ന ഡിസൈനറാണ് വീടിൻ്റെ പ്ലാൻ ഇദ്ദേഹത്തിന് വരച്ച് നൽകിയത്. വീടിൻ്റെ ഇൻറ്റീരിയർ വർക്കുകളും അതുപോലെ പ്ലാനുകളും എല്ലാം ബെൻഡിക്കിൻ്റേത് തന്നെയാണ്. ഹൃദ്യമായ ഈ ഗസ്റ്റ് സിറ്റിങ്ങിൻ്റെ അപ്പുറമാണ് ഇവിടുത്തെ ഡൈനിങ്ങും വീടിൻ്റെ മറ്റു ഭാഗങ്ങളെല്ലാം വരുന്നത്. നന്നായി മൂത്ത് വിളഞ്ഞ വീട്ടിത്തടിയിലാണ് ഇവിടുത്തെ കസേരകളെല്ലാം ഇവിധം ചെയ്തെടുത്തിരിക്കുന്നത്. അതിൻ്റെ സെൻട്രൽ സൈഡിലായി ഒരു ടീപ്പോയും സെറ്റ് ചെയ്തിരിക്കുന്നു. ടീപ്പോയ്മേൽ ബെൻഡിക്ക് പ്രത്യേകമായി പറഞ്ഞു ചെയ്യിപ്പിച്ച ഒരു ആനയുടെ ശില്പവും സ്ഥാപിച്ചിട്ടുണ്ട്. മനുഷ്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്നങ്ങളിൽ ഒന്നാണ് ഒരു വീട്. പുതുതായി വീട് നിർമ്മിക്കുമ്പോൾ വർഷങ്ങളായി നമ്മൾ മനസ്സിൽ കൊണ്ടു നടന്നതെല്ലാം അവിടെ വരുത്താൻ നമ്മൾ ശ്രമിക്കും. അങ്ങനെയാണ് അമിതാലങ്കാരങ്ങളൊന്നുമില്ലാതെ ഈ വീട് ഇത്രയും ട്രഡീഷണൽ ശൈലിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. 1400 സ്ക്വയർ ഫീറ്റാണ് വീടിൻ്റെ ആകെ വിസ്തൃതി. ഇനി ഡൈനിങ് ഏരിയയിലെ കാഴ്ചകളാണ്. ഗസ്റ്റ് സിറ്റിങ്ങിൽ നിന്ന് നേരെ ഒരു എൻട്രി അകത്തേക്ക് നൽകിയിരിക്കുകയാണ്. വിശാലമായ ഒരിടം. 4 വാളി ജനലിൻ്റെ സമീപത്തായിട്ടാണ് വിശാലമായ ഡൈനിങ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഗംഭീരമായ ഈ ഡൈനിങ് ഏരിയയുടെ ചുറ്റിനുമായി ഇവിടുത്തെ ബെഡ്റൂമുകളും അതുപോലെ കിച്ചണും എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഒരുപാട് കണ്ടു മോഹിച്ചിട്ട് വാങ്ങി വെച്ചതാണ് ഈ അലങ്കാര മേശ. സുമാർ 200-250 സ്ക്വയർ ഫീറ്റ് വിസ്തൃതി ഉണ്ടാവും അതിവിശാലമായ ഈ ഡൈനിങ് ഏരിയയ്ക്ക്. ഡൈനിങ്ങിൻ്റെ അതേ പൊസിഷനിൽ തന്നെ ഇവിടുത്തെ TV യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഊൺമേശയിട്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരല്പം അകന്നു മാറിയാണ് ഇവിടുത്തെ വാഷ് കൗണ്ടർ. വളരെ ലളിതമായ ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ, അതുപോലെ ഒരു നല്ല മിറർ, കൂടെ വിശാലമായ ഒരു സ്റ്റോറേജും ചേർത്താണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഗ്ലാസ് ടോപ്പ് ചെയ്ത ഡൈനിങ് ടേബിളാണ്. 4-6 ആളുകൾക്ക് സുഖമായി ഇരിക്കാനും കഴിക്കാനും വിളമ്പാനും ഒക്കെ പാകത്തിലാണ് ഇതിൻ്റെ ഡിസൈൻ. ഡൈനിങ് ടേബിൾ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മുറിയിലെ ഫർണിച്ചർ എന്ന് പറയുന്നത് അലങ്കാരങ്ങൾ പിടിപ്പിച്ച ഈ ട്രഡീഷണൽ മേശയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ ഡൈനിങ് ടേബിളും അതുപോലെ വാഷ് കൗണ്ടറും എല്ലാം ഇങ്ങനെയാണ് കാണാറാവുക. അമിതമായ ലൈറ്റുകളോ അലങ്കാരങ്ങളോ യാതൊന്നുമില്ലാത്ത വളരെ ലളിതമായ ഒരു TV യൂണിറ്റാണ് ഡൈനിങ്ങിനടുത്തായി സെറ്റ് ചെയ്തിരിക്കുന്നത്. കയറുമ്പോൾ ഈ ഭാഗത്തിൻ്റെ വലതുവശം ഇവിടുത്തെ ബെഡ്റൂം സ്പേസും അതുപോലെ ഇടതുവശത്ത് ഇവിടുത്തെ കിച്ചൺ സ്പേസും മറ്റുമാണ്. നമുക്കൊരു ബെഡ്റൂമിലേക്ക് കയറി നോക്കാം. പഴയകാലത്തെ വസ്തുക്കൾ, പഴയകാലത്തെ ജീവിത രീതികളെല്ലാം ഇഷ്ടപ്പെടുന്നയാളാണ് ഗൃഹനാഥൻ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സർവ്വമാന ഫർണിച്ചറുകൾക്കും പഴമയുടെ ടച്ച് നൽകിയിട്ടുണ്ട്. ഈ വീട്ടിലെ സർവ്വമാന ഫർണിച്ചറുകളും ആശാരിയെ വിളിച്ചിരുത്തി ബെൻഡിക്ക് തന്നെ ഡിസൈൻ ചെയ്ത് എടുപ്പിച്ചവയാണ്. പഴയകാലത്തിൻ്റെ തനിമയിൽ തീർത്തവയാണ്. വെളിച്ചത്തിനും അതുപോലെ കാറ്റിനുമായി ഇവിടെ ഘടിപ്പിച്ചിരിക്കുന്ന സർവ്വമാന ജനവാതിലുകളും. ബെഡ്റൂമുകൾ എപ്പോഴും വൃത്തിയായി കിടക്കുന്നത് ഏറ്റവും മികച്ചത് നല്ല സ്റ്റോറേജ് സംവിധാനം ബെഡ്റൂമുകളിൽ ഉൾപ്പെടുത്തുക എന്നതാണ്. ബെഡ് സ്പേസിൻ്റെ ഒരു സൈഡിലായി വിശാലമായ ഒരു സ്റ്റോറേജും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു വീട് നിർമ്മിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ വീടിനെക്കുറിച്ചും വീട് പണിയെക്കുറിച്ചും അതിനുപയോഗിക്കുന്ന മെറ്റീരിയൽസിനെ കുറിച്ചും നന്നായി ഗവേഷണം നടത്തുക. നമുക്ക് മുൻപ് ആളുകൾ നിർമ്മിച്ച നിരവധിയായ വീടുകൾ സന്ദർശിക്കുക. അപ്പോഴാണ് മികച്ച ഒരു വീട് നമുക്ക് സ്വന്തമായി നിർമ്മിച്ചെടുക്കാൻ കഴിയുന്നത്. ദീർഘകാലത്തെ ഗവേഷണത്തിനും പഠനത്തിനും ശേഷമാണ് ബെൻഡിക്ക് ഈ വീട് ഡിസൈൻ ചെയ്ത് ഈ വിധം നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. വളരെ വിശാലമായ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളുള്ള ഒരു ടോയ്ലറ്റും ഈ മുറിയോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിൽ വന്നാൽ നമുക്ക് ഏറ്റവും ഇഷ്ടമാവുന്നത് ഇവിടുത്തെ ജനലുകളുടെ ഡിസൈനാണ്.
ഇനി ഇവിടെ നിന്നിറങ്ങി വീടിൻ്റെ മറ്റു ഭാഗങ്ങളുടെ കാഴ്ചകളിലേക്ക്. ഡൈനിങ് സ്പേസിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. വലതുവശത്ത് മറ്റൊരു ബെഡ് സ്പേസ് ഉണ്ട്, അതിൻ്റെ കാഴ്ചകൾ. നല്ലവണ്ണം മൂത്ത് വിളഞ്ഞ പ്ലാവിൻ്റെ പലകകൾ കൊണ്ടാണ് ഈ വീട്ടിലെ എല്ലാവിധ ബെഡ്റൂമുകളുടെയും ഡോറുകൾ നിർമ്മിച്ചിരിക്കുന്നത്. രാജകീയ ശൈലിയിൽ നിർമ്മിച്ച മറ്റൊരു ബെഡ്റൂമിലേക്കാണ് എത്തിയിരിക്കുന്നത്. കിടപ്പുമുറികളുടെ തീമിൽ മാത്രമാണ് മാറ്റം. അളവും മറ്റ് സൗകര്യങ്ങളുമെല്ലാം ഒന്നു തന്നെയാണ്. മുൻപ് കണ്ട അതേ മുറിയുടെ മാതൃകയിൽ സ്റ്റോറേജും ടോയ്ലറ്റും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു ട്രഡീഷണൽ ശൈലിയിലുള്ള വീടാണെങ്കിലും അകത്ത് ആധുനിക സൗകര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയാണ് വീടിൻ്റെ നിർമ്മാണം. വീട് നിർമ്മാണത്തിലെ സമ്പൂർണ്ണ സാമഗ്രികളും പ്രത്യേകിച്ച് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ഉൽപ്പന്നങ്ങളെല്ലാം നല്ല ബ്രാൻഡഡ് ഐറ്റംസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ജീവിതം മുൻകൂട്ടി കാണുന്നവരും അതുപോലെ ധനസ്ഥിതി ഒരല്പം മെച്ചപ്പെട്ടവരുമെല്ലാം ഇമാതിരി സാധനങ്ങളെല്ലാം നല്ല മികച്ച കമ്പനികളുടേത് ഉപയോഗിക്കുന്നതാവും നന്നാവുക. കാരണം നാം ദിനംതോറും ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ഐറ്റംസ് എല്ലാം ഇടയ്ക്കിടയ്ക്ക് മാറ്റി വെക്കേണ്ടി വരുന്നത് അമിത ചെലവിന് ഇടയാക്കും. ഈ മുറിയിൽ അധികം നിന്ന് ചുറ്റാതെ നമുക്ക് അടുക്കളയുടെ കാഴ്ചകളിലേക്കാണ് ഇനി പോവുക. ഡൈനിങ് ഏരിയയുടെ ഓപ്പോസിറ്റായിട്ടാണ് ഇവിടുത്തെ അതിഗംഭീരമായ അടുക്കള ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കയറുമ്പോൾ ഇങ്ങനെയാണ് അടുക്കളയുടെ ദൃശ്യങ്ങൾ കാഴ്ചയിലേക്ക് വരിക. കയറുമ്പോൾ എൻട്രിയുടെ ഇടതുഭാഗത്തായി ചുവരിനോട് ചേർന്ന് ഇങ്ങനെ ഒരു ചെറിയ ടേബിൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പച്ചക്കറിയും മറ്റും കട്ട് ചെയ്യുന്നതിനുള്ള ഒരു പ്രത്യേക സംവിധാനമാണ്. വാൾ ടൈലുകൾ, ചുവരുകളുടെ നിറം, അതുപോലെ നിലത്തൊട്ടിച്ചിരിക്കുന്ന ടൈലുകളുടെ എല്ലാം സെലക്ഷൻ വളരെ കൃത്യമാണ്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കുക്കിങ്ങിനും അതുപോലെ കാറ്റും വെളിച്ചവും ഒക്കെ ലഭിക്കാനായി 3 പാളി ജനലും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അടുക്കളകളിൽ ഏറ്റവും ആദ്യം ഉറപ്പുവരുത്തേണ്ടത് വിശാലമായ സ്റ്റോറേജ് സംവിധാനമാണ്. താഴെയും മുകളിലുമായി നല്ല ഒരു സ്റ്റോറേജ് സംവിധാനം ഇവിടെ ഡിസൈൻ ചെയ്ത് നടപ്പിൽ വരുത്തിയിരിക്കുന്നു. ബ്ലാക്കാണ് കബോർഡുകളുടെ തീം. അത് ഈ വീടിന് നന്നായി ചേരുന്നുമുണ്ട്. ഈ വീടിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീടിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു കമൻ്റായി കമൻറ്റ് ബോക്സിൽ ചേർക്കുക. മറ്റുള്ളവർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു.